ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് മൊബൈലിലെ സെറ്റിങ്സ് വെച്ച് ജാവ പോലെ ആക്കുന്നതാണ്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു കൺട്രോളായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഇത് മാറ്റി എങ്ങനെയാണ് ജാവയുടെ കൺട്രോൾ ആക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ആദ്യമേ സെറ്റിങ്സ് എടുക്കണം. സെറ്റിങ്സിനായിട്ട് ആ 3 വര കണ്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇതിൽ നിന്ന് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇടത്തെ സൈഡിൽ മുകളിലോട്ടാക്കുമ്പോൾ ടച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യണം. വലത്തെ സൈഡിൽ ചേഞ്ച് കൺട്രോൾ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിലും ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺട്രോൾ എടുക്കാം. ഞാനിപ്പോൾ നടുക്കത്തെയാണ് എടുക്കുന്നത്. എന്നിട്ട് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഓക്കെ, അപ്പം നമുക്ക് സെലക്ട് ചെയ്ത കൺട്രോളാണ് നമുക്കിപ്പം ആയിരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ? പിന്നെ നമുക്ക് ഒന്നുകൂടെ സെറ്റിങ്സ് എടുത്ത് അടുത്ത കൺട്രോൾ എടുക്കാം. സെറ്റിങ്സ് എടുക്കാം. എന്നിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കിത് വലത്ത് സൈഡിൽ മേലോട്ടാക്കുമ്പോൾ ഷോ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് ഓൺ ആക്കണം. ഓൺ ആക്കുമ്പോൾ നമുക്ക് പൊസിഷൻ കാണാം നമ്മുടെ. കണ്ടില്ലേ? ഇത് നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടൊക്കെ പോകുമ്പം ഇത് കൂടെയും കുറയാനായിട്ടൊക്കെ കാണാം. കണ്ടില്ലേ? നമുക്ക് ഒന്നുകൂടെ സെറ്റിങ്സിൽ കയറാം. ഇത് നമ്മൾ അടുത്ത സൈഡിലത്തത് മുകളിലോട്ടാക്കുമ്പോൾ വീഡിയോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യണം. ഹൈഡ് പേപ്പർ ഡോൾ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ കാണാം, അത് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മളെ സൈഡിലായിട്ട് അടുത്ത സൈഡിലായിട്ട് നമ്മുടെ ഒരു കൊച്ചു ഇതും കാണാം, പൊസിഷൻ്റെ മുകളിലായിട്ട്. ഉണ്ടില്ലേ? നമ്മൾ സ്നീക്ക് ചെയ്തിരിക്കുമ്പോൾ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. സ്നീക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിത് കാണാൻ വേണ്ടിയാണ് നമ്മൾ അത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് വീണ്ടും വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറാം. ഇതിൻ്റെ വലത്തെ സൈഡിലത്തെ മേലോട്ടാക്കാം. അപ്പോൾ നമുക്ക് FOV എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അതൊരു 80-82 മാറ്റിയിടാം. ഓക്കെ, ഇത് വീണ്ടും മേലോട്ടാക്കുമ്പോൾ പോക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസിക് ആക്കണം. ഇപ്പം നമ്മുടെ ലൈഫും നമ്മളെ ഫുഡിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലേ, അത് താഴെ വരും, പീച്ച് കണക്കാവും. കണ്ടില്ലേ? നമ്മളെ പീച്ചിലെ ജാവയുടെ കണക്ക് കറക്റ്റ് ബ്ലാക്ക് ലൈനൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റില്ലേ?